ഹായ്, ഞാൻ സീനത്ത്. ഇഫ മേക്ക് ഓവറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് റാസൽ ഗെയിമയിലാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട്സുകളെ കൂടെ ഞാനിവിടെ വന്നതാണ്. നമുക്ക് കൈ കൊണ്ട് എത്താവുന്നിടത്ത് അത്രയും കുട്ടി മരങ്ങളിൽ ഈത്തപ്പഴം പഴുത്തിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ പോയി കൈ വെച്ച് പറിച്ചെടുക്കാൻ തോന്നി. കൈ വെച്ച് ഞാൻ പറിച്ചെടുക്കും. നല്ല രസമല്ലേ കാണാൻ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്കിങ്ങനെ എൻജോയ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ഇത് ശരിക്കും മനസ്സറിഞ്ഞ് എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ. അതെന്നെ അറിയുന്നവർക്കറിയും ഇപ്പോഴത്തെ എൻ്റെ ഈ ഒരു അവസ്ഥ. വയനാട് ദുരന്തത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ പടച്ചവൻ്റെ മുന്നിൽ എനിക്ക് ഒരു നിസ്സാരപ്പെട്ടൊരു വേദനയാണ്. പക്ഷേ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ അത് നമ്മളിൽ ഓരോരുത്തർക്കും ഓരോരുത്തരെ വേദനകൾ ഓരോരുത്തർക്കും അത് അവനവർക്ക് അനുഭവിക്കുന്നവർക്ക് അത് വലുതായിരിക്കും അല്ലേ? പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം റൂമിലിരുന്ന് ടെൻഷൻ അടിക്കുമ്പോൾ നല്ല ഫ്രണ്ട്സുകൾ അവർ പുറത്ത് കൊണ്ടുപോയിട്ട് അവർ മെയിൻ്റൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് റൂമിൽ കൊണ്ടുവന്ന് പുറത്ത് കൊണ്ടുപോയി ഫുഡൊക്കെ വാങ്ങി, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഏരിയകളിലൊക്കെ പോയി കണ്ട് അതൊക്കെ ഒന്ന് കണ്ട് ആസ്വദിച്ച് കുറേ നമ്മൾ മനസ്സിനെ ഒന്ന് റിലാക്സ് ചെയ്യിപ്പിക്കാറുണ്ട് അല്ലേ? അങ്ങനെയുള്ള നല്ല ഫ്രണ്ട്സുകൾ എനിക്കുമുണ്ട്, നിങ്ങൾക്കുണ്ടാവും അല്ലേ? പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, നമുക്കുണ്ടാവുന്ന ഒരു അനുഭവം, നമുക്കുണ്ടാവുന്ന വേദനകൾ, സന്തോഷങ്ങൾ, അതൊക്കെ ഏറ്റവും കൂടുതൽ പടച്ചവനോട് ഷെയർ ചെയ്യുക നല്ലത്. പടച്ചവൻ അത് ആരോടും പറയാൻ നിൽക്കില്ല. പടച്ചവൻ അത് കണ്ട് അസൂയപ്പെടാൻ നിൽക്കില്ല. നമുക്ക് വേണ്ട സന്തോഷങ്ങളും സങ്കടങ്ങൾ, കുട്ടി കുട്ടി സങ്കടങ്ങളൊക്കെ നമുക്ക് തരും. അത് ഇഷ്ടം കൊണ്ടാണ്. പക്ഷേ പടച്ചവൻ നമ്മളെ സ്നേഹിക്കുന്ന പോലെ ആർക്കും നമ്മളെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന് വ്യക്തമായ അനുഭവിച്ചൊരു വ്യക്തിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്നെ അറിയുന്നവർക്ക് തോന്നും ഞാൻ എൻജോയ് ചെയ്ത് നടക്കുകയെന്ന്. എൻ്റെ പൊന്നുമ്മ നഷ്ടപ്പെട്ടതിൻ്റെ വേദന എനിക്കേ അറിയും. അത് ഞാൻ അനുഭവിക്കുന്ന വേദന, മക്കൾ അനുഭവിക്കുന്ന വേദന മക്കളൊക്കെ അറിയും. മക്കളോളം ആർക്കും ആ ഒരു വേദന ഉണ്ടാവില്ല. പറയാനൊക്കെ ഒരുപാട് പേരുണ്ടാവും. അതൊന്നും ഞാൻ കാര്യമാക്കാറുമില്ല കേട്ടോ. ഇതിനു മുന്നേ എൻ്റെ ബ്രദർ നഷ്ടപ്പെട്ടു പെരുന്നാൾ സമയത്ത്. ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു. അതെൻ്റെ ഒരുപാട് ഫ്രണ്ട്സുകൾ ഞാൻ ഒരുപാട് സങ്കടപ്പെടുന്നത് കണ്ട് അവർക്ക് പറ്റാവുന്ന തരത്തിൽ അവരെന്നെ പുറത്തു കൊണ്ടുപോകാനും എന്നെ സന്തോഷിപ്പിക്കാനൊക്കെ നോക്കി. അതിലും എനിക്ക് കുറേ നെഗറ്റീവ് പേഴ്സണലി എന്നെ വിളിച്ചിട്ട് ഒരുപാട് പേര് എന്നോട് നെഗറ്റീവ് പറഞ്ഞു. അതുപോലെ ഇപ്പോൾ ഈ ഒരു വീഡിയോയിലും എനിക്ക് നെഗറ്റീവ് വരും. ഞാനതൊന്നും കാര്യമാക്കില്ല. കാരണം എനിക്ക് എൻ്റെ ഉമ്മ നഷ്ടപ്പെട്ടതിൻ്റെ വേദന എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അത് നന്നായിട്ട് വേദനയ്ക്ക് എൻ്റെ 2 പിഞ്ചു മക്കളാണെന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വേദന അത് റബ്ബ് എനിക്ക് തന്ന വേദനയല്ലേ. നമ്മൾ ഒരുപാട് സമയം, പ്രത്യേകിച്ചും പ്രവാസികളാകുമ്പോൾ റൂമിലിങ്ങനെ ഇരുന്ന് വേദനിക്കുമ്പോൾ കുറച്ചൊന്ന് പുറത്ത് പോയിട്ട് നമുക്ക് പറ്റുന്ന ഫ്രണ്ട്സുകളുടെ കൂടെ പോയിട്ട് നമ്മളൊന്ന് റിലാക്സ് ചെയ്യുന്നത് നല്ലതല്ലേ? അത്രയും ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ആരോടും ശത്രുതയും ആരോടും വെറുപ്പും ഉണ്ടാവാതിരിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് ഒരു ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് കഴിവുള്ള ആളുകളെ വെച്ചിട്ട് ഞാൻ അവർക്ക് വേണ്ട ഹെൽപ്പുകൾ ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെയൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, എല്ലാവരെയും സ്നേഹിക്കുക, എല്ലാവരുമായിട്ട് നല്ല നിലയ്ക്ക് മുന്നോട്ട് പോവുക. എന്തെങ്കിലും വെറുപ്പും വിദ്വേഷവും ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് വിട്ട് കളയുക, നന്നായിട്ട് ജീവിക്കുക. വയനാട് ദുരന്തത്തിനൊക്കെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമ്മൾ എന്തിനിങ്ങനെ അഹങ്കരിക്കണം? ആരും അഹങ്കരിക്കാതിരിക്കുക. ഉള്ള സമയം ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ഞാൻ സീനത്ത്. ഓക്കെ, താങ്ക് യു.